ഹായ് നമസ്കാരം, ഞാൻ ചിന്മയി. മൂവി സ്പോട്ടിന്റെ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു കൾട്ട് കോമഡി ത്രില്ലറായ സിനിമയെ കുറിച്ചാണ്. തോമസ് കുട്ടി വിട്ടോടാ, ഈ ഡയലോഗ് കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതാ സിനിമ എന്ന്? അതെ, ടു ഹരിഹർ നഗർ. തുടങ്ങിക്കോ. ഏകാന്ത ചന്ദ്രികേ. സംഗീതം തന്നെയാടാ വീക്ക്നെസ്. പഠിക്കോ പഠിക്കോ പഠിക്കോ. തേടുന്നതെന്തിനോ അവശകനോ നായയാണ് ഓരിട്ടിരിക്കുന്നത്. നീ ഇനി പാടണ്ടേട്ടാ. കുളിരിനോ കുളിരിനോ കൂട്ടിനോ കരളിലെ പാട്ട് പാട്. എന്റെ കരളിലെ പാട്ടിനോ. സംഗീതം വീക്ക്നെസ് അല്ലേ? ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ. 1990 പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയുടെ കണ്ടിന്യൂഷൻ ആയി വന്ന ഈ സിനിമ സംവിധാനം ചെയ്തത് ലാലാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് മുകേഷ്, സിദ്ദിഖ്, ജഗദീഷ്, അശോകൻ എന്നിവരാണ്. ഇവർക്കൊപ്പം ഹീറോയിനായി എത്തുന്നത് റായി ലക്ഷ്മിയാണ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് മിസ് ഡം. അയ്യോ, ഇത് മാഡം അല്ലേ? മായ മാഡം. എന്ത് അത്ഭുതം അല്ലടാ. മാഡം ഞങ്ങളെ മനസ്സിലായില്ലേ? ഇന്നലെ മാഡം പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാഡം, ഞങ്ങൾ തൊട്ട് എതിർവശത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. അറിയാം. എന്താ വന്നത്? അല്ല, ഇവന് രാവിലെ മുതൽ ഒരു ടെമ്പറേച്ചർ പനി, മലമ്പനിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഒന്നുമില്ലടാ. ഞങ്ങളുടെ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്. ടാക്സി വിളിച്ചിട്ടൊന്നും കിട്ടാനുമില്ല. മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്ലിനിക്ക് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്താ വലിയ ഉപകാരമായിരുന്നു. വരൂ. നമ്മുടെ ഫേവറേറ്റ് കോമഡി ഗാങ് മഹാദേവൻ, അപ്പുക്കുട്ടൻ, തോമസ് കുട്ടി, ഗോവിന്ദൻകുട്ടി, ഈ 4 പേരുകൾ നിങ്ങൾ എന്തായാലും മറന്നു കാണില്ലല്ലോ. ഈ 4 സുഹൃത്തുക്കളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഈ സിനിമയിലെ ബാക്ക് ബോൺ. ഇനി ഈ സിനിമയിലെ ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിഞ്ഞാലോ? ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും ഒരുപോലെ കണക്ട് ആവുന്ന ഒരു സിനിമയാണ് ടു ഹരിഹർ നഗർ. 19 വർഷത്തിന് ശേഷം വന്ന സ്വീക്കൽ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതേ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഓഡിയൻസ് ഈ സിനിമയെ സ്വീകരിച്ചത്. ഇന്നലെ രാത്രി എന്താ എവിടെ ബഹളമൊക്കെ കേട്ടത്? ഇവിടെയാ ആണോ? ഞങ്ങൾ അറിഞ്ഞില്ല. ഇന്നലെ വൈകി കിടന്നോണ്ട് നേരത്തെ ഉറങ്ങിപ്പോയി. കള്ളന്മാര് വന്നെന്നാ, ഓടിയെന്നാ, പോലീസിനാ വരുന്നൊക്കെ പറയുന്ന കേട്ടു. ഏയ്, പോലീസായി വന്നിട്ടൊന്നും വലിയ കാര്യമില്ല. നല്ല പഠിച്ച കള്ളന്മാരാരോ ആണ്. നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടിട്ടേ മുറ്റത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവൻ ഓടിയിരിക്കുന്നത്. എന്നിട്ട് നേരെ വന്ന് കിടന്ന് ഉറങ്ങി. ഈ പോലീസ് നായി വരുന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമാ. അയ്യോ, ഏതായാലും അയാൾ പറഞ്ഞതുപോലെ ഇവ മുറ്റത്ത് 1ഉം 2ഉം ഒക്കെ സാധിച്ചത് ഭാഗ്യം. ഏയ്, 2 1 മാത്രമേ ഉള്ളൂ. നശിപ്പിച്ചു. അല്ലെങ്കിലും വേണ്ട സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ അവനെ കൊണ്ട് പറ്റൂല. കഴുത ഇനി ചെയ്താ മതിയാ. ഈ സിനിമയുടെ സക്സസിന് ശേഷം ഇതിന്റെ 3ാം ഭാഗം ഇൻ ഗോസ്റ്റ് ഹൗസിൻ 2010 പുറത്തിറങ്ങി. ആദ്യ ഭാഗം കണ്ട ഓഡിയൻസിന് ഈ സിനിമ ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ആയിരുന്നു. കോമഡിയും സസ്പെൻസും ഒരുമിച്ച് ബാലൻസ് ചെയ്ത സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയുടെ സക്സസ്. ഗുഡ് മോർണിംഗ് ഉണ്ട് ആരാ സാറേ? സാറിന്റെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞു എന്ന് കേട്ടു. ക്ലീൻ ചെയ്യണോ? എന്തോന്ന്? സാറേ, 2 സ്മോൾ ഡിക്കാൻ ഫിനാൻഷ്യൽ ആയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ? എന്ത് പണി വേണം ചെയ്യാം. സ്റ്റൂൾ ബോക്സ് ആണില്ലേ, എല്ലാ തരം സ്റ്റൂൾസ് ഉണ്ട്. അങ്ങനെ വലിയ ചിരിയൊന്നും വേണ്ട. ഇയാള് പോയേ. ഇപ്പൊ പോവാൻ പറയും. സെപ്റ്റി ടാങ്ക് നിറയട്ടെ, എന്റെ പുറകെ കിടക്കും. ഈ സിനിമയിലെ ഹ്യൂമർ ഫോഴ്സ്ഡ് കോമഡി അല്ല. ക്യാരക്ടേഴ്സ് തമ്മിലുള്ള നാച്ചുറൽ കോൺവെർസേഷനിലാണ് കോമഡി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അതേ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ടു ഹരിഹർ നഗർ ഒരു സിമ്പിൾ സീക്വൽ മാത്രമല്ല. ഇത് ഫ്രണ്ട്ഷിപ്പ്, കോമഡി, മിസ്റ്ററി, നൊസ്റ്റാൾജിയ എന്നിവയുടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ എന്റർടൈനിങ് കോമഡി സീക്വൽസിൽ ഒന്നായി ഇന്നും ഈ സിനിമ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതും പറഞ്ഞ് നിങ്ങൾ എന്റെ പിന്നാലെ നടക്കരുത്. ഇപ്പൊ രക്ഷിച്ച എന്നെ കൊണ്ട് തന്നെ നിങ്ങളെ ശിക്ഷിക്കാനും ഇടവരുത്തരുത്. മനസ്സിലായില്ലേ? രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഇവളാര് സുപ്രീം കോടതി ജഡ്ജാ? ഇവൾ എന്താ ധരിച്ചത്? സാരിയല്ലേ? ബ്ലൂ സാരി. അവളുടെ ബോഡി മസിലും കണ്ട് മണത്തിയെന്നാണെന്ന് അവള് കരുതിയിരിക്കുന്നത്. അവളുടെ പിന്നാലെ ചെല്ലരുതെന്ന് ഇവളാരാ? ഉർവശിയോ, മേനകയോ, അതോ രംഭയോ? പ്രിയങ്ക ചോപ്രയോ, ടെസ്നി ഖാനോ, ബീന ആന്റണിയോ? പോലീസ് സ്റ്റേഷന്റെ മുറ്റമായി പോയി, ഇല്ലെങ്കിൽ എന്റെ നാക്ക് ചൊറഞ്ഞു വന്നതാ. പോലീസ് സ്റ്റേഷന്റെ മുറ്റമല്ലേ, അമ്പലമുറ്റമൊന്നും അല്ലല്ലോ.
നാക്ക് ചൊറിഞ്ഞപ്പോ ആ ചൊറിച്ചിലങ്ങ് മാറ്റായിരുന്നില്ലേ? അവള് പറഞ്ഞപ്പോ മിണ്ടാന്ന് കേട്ടിട്ട് 3 പേരും ഇവിടെ വന്ന് ബലം ഉണ്ടാക്കിട്ടെന്താ കാര്യം? ആഹാ ഇപ്പൊ ഞങ്ങളുടെ പേരിലായ തെറ്റ്. നിന്റെ വായിൽ എന്തായിരുന്നു? നിനക്ക് പറയായിരുന്നില്ലേ? പറയായിരുന്നു, പക്ഷേ എന്ത് പക്ഷേ? എടാ, ഒരാന കുത്താമെന്ന് നമ്മൾ എന്ത് ചെയ്യും? പുഴുങ്ങി തിന്നും. ഒരിക്കലും ചെയ്യരുത്, ദഹനക്കേട് വരും. അതല്ലേ ഈ സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സൂര്യ ടിവിയിൽ കാണുക. 2 ഹരിഹർ നഗർ സിനിമയിലെ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണ്? കമന്റ് ബിലോ. മൂവി സ്പോട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, keep watching movies, keep loving cinema.